വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആണ്. നമുക്ക് തുടങ്ങാതെ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഗ്ലൂ എന്ന് വെച്ചാൽ ഹോട്ട് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഈ ഫോയിൽ സർക്കിളിൻ്റെ ബാക്കിലേക്ക് തേച്ച് കൊടുക്കാണ്. നല്ല രീതിയിൽ തേച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒന്ന് നടുഭാഗമായിട്ട് നോക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള സ്പൂൺസിൻ്റെ പിന്നെ നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് സ്പൂൺസ് എടുത്തിട്ട് എന്തായിരുന്നു ഈ പോർഷൻ വരെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറേ വേണ്ടി വരും. നിങ്ങൾ എടുക്കുന്ന സൈസ് ഓഫ് കാർഡ്ബോർഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 50 പീസിൻ്റെ പാക്കറ്റാണ്. എന്തോരം വേണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു 30 സ്പൂൺസോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇപ്പം നമ്മളിവിടെ ഈ ഫോയിൽ പേപ്പർ ഒട്ടിക്കുന്നിടത്ത് നിങ്ങൾക്ക് മിറർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുക. മിറർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനവിടെ ഫോയിൽ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് റൗണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഇതുണ്ടല്ലോ റൗണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാൻ റൗണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഭംഗിയായി വന്നിട്ടുണ്ട്. എനിക്കിതിന് ആവശ്യമായ സ്പൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ട് 2 പാക്കറ്റ്സ് വന്നു. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 3 ബഡ്സിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബഡ്സിൻ്റെ മറ്റേ സോഫ്റ്റ് പോർഷൻ വെച്ചിട്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ. കാരണം എനിക്ക് 50 പീസിൻ്റെ 2 പാക്കറ്റ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൈസ് അനുസരിച്ച് സ്പൂൺസ് വരിക. അപ്പം നമുക്ക് ഈ ബഡ്സിന് യെല്ലോയും ഈ സ്പൂണിൻ്റെ സ്റ്റാർട്ടിങ് ചെറുതായിട്ട് പിങ്ക് ആയിട്ട് എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ടിങ് പോർഷൻ മാത്രമായിട്ട് പിങ്ക് കൊടുക്കുക, ബാക്കി വൈറ്റ് ആയിട്ട് ലീവ് ചെയ്യാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കില്ലേ ഈ അകത്തെ ബഡിന് എന്തായിരുന്നു ഒരു യെല്ലോ കളർ കൊടുക്കാവേ. ഞാൻ ടോംസിൻ്റെ അക്രിലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് വേറൊരു ബഡ്സ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആയിട്ടുണ്ടത് നല്ല രീതിയിൽ കളറായിട്ടുണ്ട്. അപ്പോൾ പുറയിൽ ചെറുതായിട്ട് സ്പൂണിലൊക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്നിട്ട് വേറൊരു ക്ലീൻ ആയിട്ടുള്ളൊരു സൈഡ് വെച്ച് തന്നെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതത്രേ. അപ്പം പിങ്ക് പെയിൻ്റ് അടിക്കുന്നതെന്ന് എനിക്ക് പ്രശ്നം വരത്തില്ലായിരിക്കും. നമുക്ക് വൈറ്റും പിങ്കും കൂടെ മിക്സ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം സ്പൂണിൽ. പെയിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പുറകിലില്ലേ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ത്രെഡ് കൂടെ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ ഗ്ലൂ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ ഓർ സംതിങ് പേപ്പർ പോലെ എന്തെങ്കിലും
പേപ്പർ വെച്ച് കൊടുക്കാം. ചെറിയൊരു പീസ് ഓഫ് പേപ്പർ വെച്ച് കൊടുക്കാവേ, ജസ്റ്റ് ഒന്നത് ഇതായിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മളിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഔട്ട്ലുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫിനിഷിങ് ലുക്ക്. നമ്മൾ ഇത് ഫുള്ളായിട്ട് കളർ ചെയ്തത് എങ്ങനെയുണ്ട്, ഇപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് തന്നെയാണ്, ഉപയോഗിച്ച സാധനങ്ങൾ എടുത്തിട്ട് കളക്ട് ചെയ്ത് വെച്ച് അത് വെച്ചാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. ഓക്കെ.